ഹായ് ഹലോ നമസ്കാരം. ഞങ്ങൾ ഈ കാവടികളിൽ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന്. ഞാനാണെങ്കിൽ ഒരു ഒരു 1.5 വർഷത്തോളമായി കേട്ടോ ഇപ്പോൾ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. 2 വർഷത്തോളമായി ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ബൈ ദ വേ മുടി ഞാൻ വെട്ടിക്കളഞ്ഞു ഗായ്സ്. അതിൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ പാർലറിൽ ചെന്നപ്പോൾ അവിടെ ഒരു പൂരത്തിനുള്ള ആളായിരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ പോകേണ്ടി വന്നു. അത് കാരണം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാം കേട്ടോ. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പോകണമെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നീങ്ങി പോകും. കഴിഞ്ഞ വർഷം അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഗുരുവായൂർ പോയത്. അപ്പോൾ അന്ന് പോയപ്പോഴും നമുക്കങ്ങനെ ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് ആസ്വദിച്ച് തൊഴാനൊന്നും നമുക്ക് പറ്റിയില്ല. നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് പോയതല്ലേ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പച്ചിമാർ ഇടയ്ക്ക് പോയി തൊഴാറുണ്ട് കേട്ടോ. അവർ അവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്ത് വിശദമായിട്ടൊക്കെ തൊഴുതിട്ട് വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ പോയപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അപ്പോഴും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഇപ്രാവശ്യം പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിനാണ് കേട്ടോ പോണത്. ഞങ്ങൾ അത്യാവശ്യം എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. അപ്പം ബസ്സിനാണ് നമ്മൾ പോണതും വരണതും ഒക്കെ. അപ്പം ഞങ്ങൾ വൈറ്റില ഹബ്ബിൽ ചെന്നിട്ട് അവിടുന്ന് ഗുരുവായൂർക്കുള്ള ബസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റിലേന്ന് കയറിയപ്പോൾ അത്യാവശ്യം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടായിരുന്നു. അപ്പച്ചി പിന്നെ ഫോട്ടോ അന്നേരിച്ച് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് ഹബ്ബിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-10:30 ആയപ്പോൾ ബസ് കയറിയതാണ് കേട്ടോ. അങ്ങനെ ഒരു 1 മണി 1:15 ആയപ്പോഴേക്കും 1:15 മറ്റോ ആയപ്പോഴേക്കും നമ്മൾ ഗുരുവായൂരെത്തി. നമ്മൾ സ്റ്റാൻഡിലെത്തി. പിന്നെ നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോരെ, നമ്മളൊന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്കും അമ്പലത്തിലേക്കും ഒക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ചൂട് സമയമായിരുന്നുകൊണ്ട് നമ്മൾ AC റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ AC റൂം അവർ വെക്കേറ്റായി വരാനായിട്ട് അവിടെ ഓൾറെഡി ആൾക്കാരുള്ള കാരണം അവർ വെക്കേറ്റ് ആവാനായിട്ട് രാത്രി 10 മണിയാകും. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് ഫ്രഷനപ്പ് ആവാനും കാര്യങ്ങൾക്കൊക്കെ അവർ വേറെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് ഫ്രഷനപ്പ് ആവുക, അമ്പലത്തിൽ പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ പരിപാടി. അപ്പോൾ അത് കാരണം അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ പോയത്, നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളുടെ കുടുംബശ്രീക്കാർ നടത്തുന്നൊരു ഹോട്ടലുണ്ടല്ലോ അവിടെ, പ്രീമിയം കഫേ എന്ന് പറഞ്ഞിട്ട്, കുടുംബശ്രീ പ്രീമിയം കഫേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ് അത് തന്നെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ അവർക്ക് അവിടെ ഫെസിലിറ്റീസ് അവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പം അവർക്ക് ഡോമിറ്ററി ഫെസിലിറ്റീസ്, സെപ്പറേറ്റ് റൂം ഫെസിലിറ്റീസ് എല്ലാം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോ യൂട്യൂബ് ചാനൽസിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ലഞ്ച് കഴിക്കാനായിട്ടാണ് അവിടെ കയറിയത്. നല്ല ആംബിയൻസ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുറേ അവിടെ ഫുൾ സെർവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് കുറേ ചേച്ചിമാരാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ചൂടത്തുനിന്ന് ആ AC ക്കകത്തേക്ക് കയറിയപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ എൻ്റെ പൊന്നും മോനെ. നമ്മൾ എന്താ പറയുക, ലഞ്ച് കഴിക്കാനായിട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എന്നാലും നമുക്ക് അവിടെ ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് ഊണാണ് പറഞ്ഞത്. 90 റുപ്പീസാണ് അവരുടെ ഊണിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടും തോന്നി, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടും തോന്നി. നമ്മൾ കൂടെ വന്ന എല്ലാവർക്കും ആ അഭിപ്രായം ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ ഫുഡ്. പിന്നെ പായസം അടക്കമുള്ള ഒരു ചെറിയൊരു സദ്യയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പാലട പായസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ അപ്പച്ചി വരുന്നത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. അപ്പം നമ്മളുടെ കൂടെ അല്ല വരുന്നത്, സെപ്പറേറ്റ് അവിടെ നിന്ന് പോന്നാൽ മതിയല്ലോ. അപ്പോൾ അപ്പച്ചിയും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അപ്പച്ചി വന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ റൂമിൻ്റെ ആളെ വിളിച്ചപ്പോഴേക്കും ആളവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമുക്ക് അങ്ങോട്ട് റൂമിലേക്കുള്ള വഴി കാണിച്ചു തന്നു. അവിടെ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു, പക്ഷെ അങ്ങനെ ഭയങ്കര വലിയ ക്ഷീണമൊന്നും പറയാനില്ലായിരുന്നു കേട്ടോ. അപ്പം ദേവു ഫുൾ ഓണാണ്. ദേവുവിന് എവിടെയെങ്കിലും, ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ, ദേവു എവിടെ പോയി കഴിഞ്ഞാലും ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ദേവു ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു നമ്മൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തിരുന്ന റൂം.
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു ഫെസിലിറ്റി ആണ് കേട്ടോ. അവർക്ക് മുകളിലേക്ക് റൂംസ് ഉണ്ട്, താഴെയുണ്ട്. താഴെ ഇപ്പോൾ നമുക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്ത് തന്നത് 2 ബെഡ്റൂംസ് ആയിരുന്നു. അപ്പം നമ്മൾ ദേവുവിനും കൂടി കൂട്ടി ഞങ്ങൾ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഹാള് പോലെയുണ്ട്, ഒരു കിച്ചണുണ്ട്, 2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂംസ്, അങ്ങനെ ഭയങ്കര വലിയ സ്പേസ് ഒന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂംസ്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി എല്ലാവരും ഒരു 4:30 ആയപ്പോഴേക്കും അമ്പലത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മളവിടെ നമ്മുടെ ഡ്രസ്സും ലഗേജും ഒക്കെ അവിടെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എടുത്ത് വെച്ചാൽ മതി, അവർ നമ്മളുടെ റൂമിലേക്ക്, നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമിലേക്ക് അവർ എടുത്ത് കൊണ്ടുപോകலாம், എന്നിട്ട് നമ്മളെ വിളിച്ചറിയിക്കാം എന്ന് അവർ പറഞ്ഞിരുന്നു. അത് കാരണം നമ്മൾ നമ്മുടെ ലഗേജൊക്കെ അവിടെ തന്നെ പാക്ക് ചെയ്ത് വെച്ച് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകട്ടെ. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ആദ്യം താമസിച്ചിരുന്ന റൂമാണെങ്കിലും നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമാണെങ്കിലും താമസിക്കാൻ പോകുന്ന റൂം നടക്കാനുള്ള ഡിസ്റ്റൻസ് എന്നല്ല പറയേണ്ടത്, ഞാനത് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട്, ഇവിടെ ഒരു ഓം നമോ നാരായണായ എന്ന് എഴുതിയിരുന്ന ഒരു വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അത് കാണാൻ വേണ്ടി ഓടിച്ചെന്നതാണ്. അപ്പോൾ അതവർ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെ പണിതുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ഇത്തിരി വിഷമമായി കണ്ടപ്പോൾ. ഞാനതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് ഓടിപ്പോയതാണ്. എപ്പോഴും അത് കാണുന്നത് എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ അവിടെ ചെന്നു എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച് ക്യൂവിലേക്കല്ലേ പോകുന്നത്. അത് കാരണം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കുടിച്ചില്ല, എനിക്ക് ചായയും കൂടി കുടിച്ചാൽ എനിക്ക് ഒന്നുകൂടി ചൂടാവും. എനിക്ക് ഒന്നാമത് ചൂട് തീരെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചായയൊന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ, അവിടെ ഫുള്ള് റിനോവേഷൻ നടക്കാനായിട്ട് എന്തൊക്കെയോ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പണ്ട് നമ്മൾ ചെല്ലുമ്പം എനിക്ക് ആ നന്ദനത്തിലെ മ്യൂസിക്കൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ചെവിയിൽ അങ്ങനെ മുഴങ്ങും. അപ്പം ആ ഒരു വൈബ് എനിക്ക് അവിടെ കിട്ടിയില്ല ആക്ച്വലി അന്ന് കയറി ചെന്നപ്പോഴേക്കും. പിന്നെ നമ്മൾ ഈ ഒരു നട കാണുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ക്യൂവിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ഫോണും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണമല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ദീപാരാധന കഴിഞ്ഞിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ തൊഴുതിറങ്ങിയിട്ട് ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ക്യൂ നിന്ന്, പക്ഷേ അങ്ങനെ ക്ഷീണമൊന്നുമില്ല. കാരണം അവിടെയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഫാനൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് വെള്ളം തരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ അങ്ങനെ നമുക്കങ്ങനെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നപ്പോൾ നമ്മൾ അകത്ത് കയറി നല്ലോണം തൊഴാൻ പറ്റി. അപ്പോൾ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മുടെ ശരവണ ഭവനിലാണ് കേട്ടോ കയറിയത്. ഞാനത് വീഡിയോ എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയാന്ന് തോന്നുന്നു ആ വീഡിയോ. അപ്പോൾ ശരവണ ഭവനിൽ ചെന്നിട്ട് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ പോയി. കുറേ നേരം നമ്മളവിടെ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ റൂമിലേക്ക് പോയത്. നമ്മുടെ റൂം റെഡി ആവാനായിട്ട് 10 മണിയാവും എന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറി കിടന്ന് ഉറങ്ങാൻ നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി. കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് കാര്യങ്ങളും പിള്ളേരുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു. ചുറ്റി അടിച്ച് നടന്നിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മുടെ റൂമിലേക്ക് പോയത്. അപ്പം ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു നെയ് റോസ്റ്റ്, മസാല ദോശ, പൂരി അതൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത്. ഇതായിരുന്നു ആ വീഡിയോ. ഞാൻ എടുത്തിരുന്നതാണല്ലോ, എപ്പോഴാ പോയിന്ന്. അപ്പോൾ ശരവണ ഭവനിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോയി. കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. പിന്നെന്താ അകത്ത് കയറിയിട്ടാണെങ്കിൽ നമ്മൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ നേരം നമ്മൾ അതിൻ്റെ അകത്തിരുന്നു. പിന്നെ നമ്മുടെ വച്ചടി പ്രദക്ഷിണം നടത്തി, എല്ലാവർക്കും ഉണ്ടായിരുന്നു വഴിപാടൊക്കെ. അപ്പം അവിടെ വച്ചടി പ്രദക്ഷിണമൊക്കെ നടത്തി കുറച്ച് നേരം ഉള്ളിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ആ വഴിപാടൊക്കെ കൊടുക്കുന്ന അവിടെയൊക്കെ പോയിരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു കുറേ നേരം. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ഇങ്ങനെ കുറച്ച് നേരം അവിടെ അപ്പോഴേക്കും കുറേ തിരക്കൊക്കെ ഒഴിഞ്ഞു. അകത്തേക്കുള്ള പിന്നെ എൻട്രി ഒക്കെ അവർ നിർത്തുന്നൊരു സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചുറ്റും നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ക്യൂവിൻ്റെ അവിടെയൊക്കെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ കുറേ ഉണ്ട്. അവിടെയൊക്കെ പോയി കുറേ നേരം ഞങ്ങൾ ഇരുന്നു അവിടെ. അതൊക്കെ കഴിഞ്ഞൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിളിച്ചു റൂമിലേക്ക്. റൂം റെഡി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു റൂം റെഡിയാണ്, നിങ്ങൾ പോരെ. നമ്മൾ ലഗേജൊക്കെ തിരിച്ച് റൂമിലെടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്ന പ്ലേസിൽ നിന്ന് നമുക്ക് അമ്പലത്തിൽ നമ്മളാ ഇരിക്കുന്ന പ്ലേസിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന റൂം കാണാം.
അത്രയും അടുത്താണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അത്രയും അടുത്ത് നമ്മൾ ഇതുവരെ ഗുരുവായൂർ വന്നിട്ട് അത്രയും നമ്മളിങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അമ്പലം കാണാം, അത്രയും പറ്റാൻ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു റൂമും ഫെസിലിറ്റിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത്രയും പറ്റിയായിരുന്നു നമുക്ക് റൂം ഇപ്രാവശ്യം കിട്ടിയത്. ആ വെളിച്ചം കാണുന്നിടത്താണ് നമ്മുടെ റൂം. അത് ഞാൻ പ്രോപ്പറായിട്ട് എടുത്തിരുന്നതാണല്ലോ. അത്ര അടുത്താണ് നമ്മുടെ റൂമുള്ളത്. അപ്പം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അകലെ കാണുന്ന വെളിച്ചമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനെടുത്ത് നമ്മുടെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് അവിടെ നിന്ന് നടന്ന ഒരു വളവ് തിരിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അങ്ങോട്ടുള്ള വഴിയുണ്ട്. അത്രയും അടുത്താണ് നമുക്ക് എന്താണ് താമസ സൗകര്യം കിട്ടിയത്. അപ്പം അവിടെ നിന്ന് ചെന്നന്ന് കുറച്ച് ടയർഡായിപ്പോയി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറച്ചധികം നമ്മൾ ടയർഡായി. നമുക്ക് രാത്രിയായപ്പോഴേക്കും തലവേദനയും കാര്യങ്ങളൊക്കെ വന്നു. അത് കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ചെന്ന് കയറിയ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. നമ്മുടെ റൂമിലേക്ക് ഇതാണ് നമ്മൾ താമസിച്ച വീട്. ഇതൊരു വീടാണ് കേട്ടോ. അപ്പോൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് അവർ റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ വീട്. അവിടുന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തെക്കേ നട കാണാം. അത്രയും അടുത്താണ് നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഇത് കാണിക്കാനായിട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അത് കാരണം ആ വീഡിയോയും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ ഈ താമസിക്കുന്ന റൂമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, പിന്നെ അതിൻ്റെ റെൻറ്റ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ വന്നിട്ട് അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ കണ്ടോ ഇത്രയും പറ്റാണ് നമുക്ക് ആ റൂം കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാട്ടുമായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ